മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി എപ്പോഴും ആലോചനയിലാണ്. നിങ്ങൾ ഈ വ്യക്തിയോട് കാണിക്കുന്ന അകൽച്ചയെ അത്ഭുതത്തോടെ ഈ വ്യക്തി നോക്കി നിൽക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ തീർച്ചയായിട്ടും നോ കോണ്ടാക്ട് ഒക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ആണ്, വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ധൈര്യപൂർവ്വം വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാണാവുന്നതാണ്. അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഇപ്പോൾ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയെ അകറ്റി നിർത്തുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ടാകാം. ഈ പേഴ്സന്റെ അടുത്ത് നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കുന്നുണ്ടാകാം. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഫലപ്രദമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിപ്പോൾ എങ്ങനെയാണുള്ളത്? അതായത് ഇപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാത്തത് കൊണ്ട് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ മനസ്സിലുള്ളത് എന്താണ്? ഓക്കെ, രണ്ട് കാർഡ്സ് ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് നോക്കാം. ഡിസീറ്റ് എനർജിയാണ്, ബിട്രയൽ ആൻഡ് മാനിപ്പുലേഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ ഈ പേഴ്സണെ അത്രയും അധികം വേറെ ആരൊക്കെയോ ചീറ്റ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. ബിട്രയൽ ആണ് നമുക്കിവിടെ കംപ്ലീറ്റ്ലി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജി. അതുപോലെ മാനിപ്പുലേഷനും, അതായത് ഇല്ലാ കഥകൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒട്ടും സത്യമില്ലാത്ത കാര്യങ്ങൾ അത് കള്ളമായിട്ട് ചിത്രീകരിക്കുക. ഓക്കെ, അതായത് കുറെ കള്ളങ്ങൾ ചിത്രീകരിക്കുക. ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഈ പേഴ്സൺ അനുഭവിച്ചിട്ടുള്ളത്. അത് അനുഭവിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെയധികം അസൂയയോട് കൂടിയും, അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും തകർത്തെറിയണം എന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരുടെ എനർജിയാണ് എനിക്കിവിടെ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മനോഭാവമുള്ള വ്യക്തികൾ തീർത്തും നിങ്ങളുടെയോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെയോ, എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പേഴ്സന്റെ ആയിട്ടാണ് കാണിക്കുന്നത്, ഈ പേഴ്സന്റെ കൂട്ടുകാരോ അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരോ കൊളീഗ്സോ ആകാനാണ് കൂടുതൽ സാധ്യത. ആൻഡ് ഓൾസോ നിങ്ങൾക്കിടയിൽ, അതായത് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് ആ ഒരു പ്രശ്നം ഊതി ഊതി വീർപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കി മാറ്റുകയും അത് വലിയൊരു പ്രശ്നങ്ങളിലേക്ക്, അതായത് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യത്തിന് അതിന് പകരം വളരെയധികം കോംപ്ലിക്കേഷൻ സാഹചര്യത്തിലേക്ക്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മറ്റുള്ളവർ, അതായത് ശത്രുക്കളായിട്ട് നിൽക്കുന്നവർ മാനിപ്പുലേറ്റ് ചെയ്ത് അതൊരു വഷളാക്കി വെച്ചതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ ലേഡി വളരെയധികം ഒരു സാഡാണ്, വിഷമിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് സങ്കല്പിക്കാം, വിചാരിക്കാം. അതിപ്പോ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ. അപ്പൊ അത് ആ ഒരു വെഡ്ഡിങ് റിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ. ഇത് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇത് ഇത്രയും ഒക്കെ ആയിട്ടും ഇത് ഒരു കംപ്ലീഷനിലേക്ക് വന്നില്ലല്ലോ, എന്താണ് ഇതിനിടയിൽ സംഭവിച്ചത്? അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ ഇപ്പൊ ഈ പേഴ്സൺ വിചാരിക്കാണ് ഈ പേഴ്സണും നിങ്ങൾക്കും ഇടയിൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ, എന്തുകൊണ്ട് ഇത്രയും മോശക്കേടിലേക്ക് പോയി എന്നുള്ള ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ ഒരു കുന്നാരം ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വ്യക്തി വിഷമിക്കുന്നുണ്ട്, സഹതപിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. അതുപോലെ കുറ്റബോധം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇത് ഒരിക്കലും ഈ പേഴ്സന്റെ മാത്രം കുറ്റമോ അല്ലെങ്കിൽ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മാത്രം കുറ്റമോ അല്ല. ഇത് തീർത്തും മറ്റുള്ളവരുടെ ഒരു സാന്നിധ്യത്തോടു കൂടി ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനും കൂടിയാണ്. ഓക്കെ, മറ്റുള്ളവരുടെ സാന്നിധ്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മാനിപ്പുലേഷൻ, അവര് അത് ഓരോ രീതിയിലും കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് കള്ളക്കഥകളൊക്കെ മെനഞ്ഞെടുത്ത് നിങ്ങൾ രണ്ടുപേരെയും കൂടി മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട്
അവിടെ നല്ല രീതിയിൽ തന്നെ ഒരു വക്രബുദ്ധി വർക്കൗട്ട് ആക്കിയെടുത്ത് പ്രയോഗിച്ച് അത് അത് അത്രയും ഒരു നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോയ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഈ വ്യക്തിക്ക് ഇതുവരെയും മറക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരിക്കലും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുറച്ചും കൂടി സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ആദ്യമൊക്കെ നിങ്ങളും ഈ പറഞ്ഞ പോലെ വിഷമിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടാകാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളും മനസ്സിലാക്കി, ഓക്കെ ജീവിതം മുന്നോട്ടാണ്, സോ ജീവിച്ചേ പറ്റൂ, സോ ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട, സ്വന്തം കാര്യം നോക്കി ജീവിക്കാം, സന്തോഷമായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അതിലേക്ക് എൻഗേജ് ചെയ്ത് നടക്കാം, അതിലേക്ക് സമർപ്പിക്കാം. ആ ഒരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പേഴ്സണും നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു സെയിം എനർജി തന്നെ നോക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിൽ ഇപ്പൊ തീർത്തും ഫീലിങ്സ് ഓഫ് അൺവർത്തിനെസ്, റിജക്ഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇങ്ങനെയൊന്നും അവസാനിക്കേണ്ടതല്ലായിരുന്നു എന്നുള്ള ആ ഒരു ചിന്തയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു കാലത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം അത്രയും മനസ്സറിഞ്ഞ് സ്നേഹിച്ച ആൾക്കാരാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഈ പേഴ്സൺ എന്താണ് ഇപ്പൊ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, അതായത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സണെ ഉപേക്ഷിച്ചു. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സണെ ഉപേക്ഷിച്ചു, വേണ്ടാന്ന് വെച്ചു, ഈ പേഴ്സന്റെ ആവശ്യം ഇനി ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മനോഭാവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്തയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ പേഴ്സൺ ഇനി ഒട്ടും വേണ്ട, നിങ്ങൾക്ക് അത്രയും മടുത്തു, മതിയായി, ഇനി ഈ പേഴ്സന്റെ ആവശ്യമില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നത്. ഓക്കെ, റിജക്ഷൻ ആണ്, കംപ്ലീറ്റ്ലി റിജക്ഷൻ ആണ്. ഒരുപക്ഷെ ഈ പേഴ്സൺ എല്ലാ സ്ഥലത്തും കുറ്റക്കാരനോ കുറ്റക്കാരിയോ ആയിട്ടുണ്ടാകാം. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ മാത്രമായിരിക്കില്ല. ഈ പേഴ്സൺ വിവരമില്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടൊക്കെ പ്രവർത്തിച്ച് എല്ലാവരുടെയും മുന്നിൽ ഇപ്പോൾ ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനോട് ഈ പേഴ്സണ് നല്ല രീതിയിൽ തന്നെ എന്തുണ്ട്, നല്ല രീതിയിൽ തന്നെ ഒരു സഹതാപമുണ്ട്, അല്ലെങ്കിൽ അതിനോട് ഒരു നാണക്കേടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ ഒരു പുതിയ എനർജി പറയുകയാണെങ്കിൽ എന്താണ്, എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കറണ്ട് എനർജി അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടോ, നടക്കുന്നുണ്ടോ, എന്താണെന്നുള്ളത് നോക്കാം. യെസ്, എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി, ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആണ് കാണിക്കുന്നത്. അതായത് പഠിപ്പിക്കുക, ജോലി ചെയ്യുക. ഒന്നെനിക്ക് പഠിക്കാൻ ഈ പേഴ്സൺ എങ്ങോട്ടെങ്കിലും തയ്യാറെടുത്ത് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അത് വിദേശത്തോ മറ്റോ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ തന്നെ ആകാം. ബട്ട് സ്റ്റിൽ എന്തോ ഒരു പുതിയ കാര്യം പഠിക്കാനായിട്ട് തുനിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ പ്രൊഫസർ ആയിരിക്കാം, ആ ഒരു മേഖലയിലുള്ള ആളായിരിക്കാം, ടീച്ചിങ്, ഇപ്പോൾ എന്താ പറയാ, ടീച്ചറോ അല്ലെങ്കിൽ സാറോ ആയിരിക്കാം. അതിപ്പോ എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പൊ കോളേജിൽ സ്കൂളിൽ തന്നെ ആകണം എന്നില്ല, വേറെ ഒരുപാട് പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു പേഴ്സണും ആകാം. ഓക്കെ, അപ്പൊ ആ ഒരു എനർജിയും കൂടെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. സോ മേ ബി ഈ പേഴ്സൺ അബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ ഒന്ന് റീഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്, മനസ്സിന് അല്പം ശാന്തത കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ പേഴ്സൺ ഒന്ന് മാറി ചിന്തിക്കുന്നുണ്ടാകാം. അത് മാത്രമല്ല, ഇപ്പോഴായിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ്, കൂട്ടുകെട്ടുകളിൽ നിന്നും പോലും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സന്റെ മാനസികാവസ്ഥ ഇപ്പോൾ ഉള്ളത് എന്താന്ന് വെച്ചാല് എവിടെ നിന്നിട്ടും ഒരു കംഫർട്ടബിൾ കിട്ടുന്നില്ല, ഒരു കംഫർട്ട് സോണിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതായത് എവിടെ നിന്നിട്ടും ഒരു സമാധാനമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, മനസ്സിന് ഒരു സംതൃപ്തി കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു എന്താണ്, നാട് വിട്ട് അതായത് വീട് വിട്ട് പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും പോകാം, അല്ലെങ്കിൽ ഇപ്പൊ താമസിക്കുന്ന ജില്ല, ആ ഒരു ഡിസ്ട്രിക്ട് വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകാം, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വിദേശത്ത് പോകാം. ഇങ്ങനത്തെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അത് പഠിക്കാനുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജിയും കൂടെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഉറപ്പായിട്ടും ഈ പേഴ്സൺ ആഗ്രഹിച്ചിട്ട് പോകുന്നതല്ല, നിവർത്തികേട് കൊണ്ടാണ്. പക്ഷെ ഈ പേഴ്സൺ എന്തൊക്കെയോ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചധികം കഴിവുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നല്ലൊരു അധ്യാപകനായിരിക്കാം, അധ്യാപികയായിരിക്കാം, അല്ലെങ്കിൽ
അത്യാവശ്യം നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു വ്യക്തിയും ആയിരിക്കാം. സോ അതുകൊണ്ട് പ്രൊഫഷൻ വൈസ് ആണ് ഈ പേഴ്സൺ ഇപ്പോൾ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എനർജി നോക്കാം. ഈ പേഴ്സന്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു അടുത്ത തീരുമാനം, അടുത്ത നീക്കം എന്താണ് ഈ വ്യക്തിയുടെ? സർവീസ് ആണ് കിട്ടിയിട്ടുള്ളത്, ബ്രിങ്ങിങ് വാല്യൂ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അറിയാം ഈ പേഴ്സൺ ചെയ്തു പോയിട്ടുള്ളത് തെറ്റാണ് എന്നുള്ളത്. പക്ഷേ ഈ പേഴ്സൺ എപ്പോഴും പേടിയുണ്ട്. കാരണം എത്ര പഠിപ്പുള്ള വ്യക്തിയാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ എന്താ വിദ്യാഭ്യാസം ചെയ്തെല്ലാം അർത്ഥം ഒന്നാണല്ലേ, എത്ര ഹൈപ്പായിട്ട് ഹൈയിൽ നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ എത്ര ജോലിയും വരുമാനവും ഒക്കെ ഉള്ള വ്യക്തിയാണ്, സെറ്റിൽഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, എന്തൊക്കെയെന്ന് പറഞ്ഞാലും ഈ പേഴ്സണ് പേടിയുണ്ട്. കാരണം നിങ്ങളുടെ ശാപം കിട്ടുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ പേഴ്സൺ ഓർത്തിട്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ണുനീര് ശാപമായി മാറുമോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് നിന്ന് തിരിച്ചടി കിട്ടുമോ എന്നിങ്ങനെയുള്ള ചിന്തകളൊക്കെയും ഈ പേഴ്സണെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് പ്രാധാന്യം തരാനായിട്ട് അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്ത് വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ പേഴ്സന്റെ പ്രൊഫഷണൽ ആൻഡ് കരിയർ വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു വശം നടക്കും. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ നിങ്ങളെ നേരിട്ട് വന്ന് കൺവിൻസിങ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രായച്ചിത്തമായിട്ട്, അതായത് ഈ പേഴ്സന് പേടിയുണ്ട് ശാപം കിട്ടോ അല്ലെങ്കിൽ പ്രാഗുവോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു പ്രായച്ചിത്തമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ എന്തെങ്കിലും പോസിറ്റിവിറ്റി ചെയ്തു തരാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനായിട്ടോ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ പേഴ്സന് വേണ്ടി കരഞ്ഞിട്ടുള്ളത്, ഓക്കെ, ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ കരഞ്ഞിട്ടുള്ളത്, വിഷമിച്ചിട്ടുള്ളത്, ആഗ്രഹിച്ചിട്ടുള്ളത്, അത് സഫലീകരിച്ച് തരാനാണ്, അത് സാധ്യമാക്കി തരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം ആവുകയുള്ളൂ. അല്ലാത്ത പക്ഷം അതൊരു നല്ല കാര്യമായിട്ട് ഈ പേഴ്സൺ കാണുന്നില്ല, നിസ്സാരമായിട്ട് കാണുന്നില്ല. കാരണം കർമ്മത്തിലൊക്കെ വളരെയധികം വിശ്വസിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ്. അപ്പോൾ അത് ഫ്യൂച്ചറിൽ അതിൻ്റെ ഒരു തിരിച്ചടി ലഭിക്കുമോ, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ പ്രൊഫഷനെ ബാധിക്കോ, അല്ലെങ്കിൽ സൽപ്പേര്, അഭിമാനം ഇതിനൊക്കെ ക്ഷതമേൽക്കുമോ എന്നുള്ള ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടും നല്ല രീതിയിൽ ചിന്തയുണ്ട്. അപ്പൊ അതുകൊണ്ട് ബ്രിങ്ങിങ് വാല്യൂ ആണ്. എവിടെയാണോ നിങ്ങൾ നിഷേധിക്കപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾ അപമാനിക്കപ്പെട്ടത് ആ ഒരു കാര്യത്തിൽ തന്നെ പരിഹാരം കണ്ടെത്താനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ഈ പേഴ്സൺ വരും, അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുന്നിൽ ഈ പേഴ്സൺ വരും. അത് വരാതിരിക്കാൻ ഈ പേഴ്സണെ കൊണ്ട് പറ്റത്തില്ല. ബിക്കോസ് അത് വന്നില്ലെങ്കിൽ നിങ്ങൾ അത്രയും വിഷമിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഹേർട്ട്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ അത്രയും പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. പക്ഷെ ഏറ്റവും അവസാനം വെച്ചിട്ടാണ് എനിക്കൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ പിന്മാറുന്നത്. അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ക ചീറ്റിംഗ് ആണ് അല്ലേ. അപ്പം അതിന് ഈ പേഴ്സൺ പ്രായച്ചിത്തം ചെയ്യണമെന്ന് നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സൺ നിങ്ങളോടുള്ള നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്. ഓക്കെ, യെസ്, ഒബ്സർവർ ഒരിക്കലും ഈ പേഴ്സൺ വിട്ടുകളയുന്നില്ല കേട്ടോ ഈ കണക്ഷൻ. അതായത് എന്തെങ്കിലും ആകട്ടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അവസാനിക്കട്ടെ എന്നുള്ള മനോഭാവമൊന്നുമില്ല. കാരണം കർമ്മത്തിലും അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയിലും ഒക്കെ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ശാപം, അനുഗ്രഹം ഇതിലൊക്കെ ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ പുറമേ നിന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് നോക്കി കാണുകയാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് ഇതൊരു സിമ്പിൾ ആയിട്ട് ഈ പേഴ്സൺ കാണും, അല്ലെങ്കിൽ ഇത് അത്രയും ഈ പേഴ്സൻ്റെതായിട്ടുള്ള ജീവിതത്തിൽ വളരെ തിരക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷെ അങ്ങനെ ഒന്നും ഈ പേഴ്സൺ ഒഴിഞ്ഞു പോകില്ല. കാരണം ഒഴിഞ്ഞു പോയാൽ ഈ പേഴ്സൺ സ്വസ്ഥത ഉണ്ടാവില്ല. അത് ഈ വ്യക്തിക്ക് നല്ലോണം അറിയാം. മേ ബി ഇതിനു മുമ്പ് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഈ പേഴ്സണ് വന്നിട്ടുണ്ടാകാം. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് മാത്രമല്ല, അത്രമേൽ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, അത്രമേൽ ശ്രദ്ധയോടുകൂടി തന്നെയാണ് അത് നമുക്ക് പറയാനായിട്ട് പറ്റും. മനസ്സിലായോ? ആ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ വേറെ കണക്ഷനിലേക്ക് പോകുന്നുണ്ടോ, നിങ്ങളുടെ നിലപാട് എന്താണ്, നിങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സൺ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയുന്നുണ്ട്. ഈ പേഴ്സണെ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കാൻ ആൾക്കാരും ഉണ്ട്. ഓക്കെ, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് വിട്ടുകളയാനും അല്ലെങ്കിൽ കണ്ണിന്റെ ആ ഒരു വീക്ഷണ
വീക്ഷിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങളെ വിട്ടുകളയാനൊന്നും ഈ പേഴ്സൺ തയ്യാറല്ല. ഓക്കെ. ആൻഡ് ഓൾസോ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെയും ഈ പേഴ്സന്റെയും മനസ്സിൽ കിടക്കുന്ന മറക്കുവാൻ കഴിയാത്ത കാര്യം? ഓക്കെ, നിങ്ങളുടെയും ഈ പേഴ്സന്റെയും മനസ്സിൽ കിടക്കുന്ന മറക്കുവാൻ കഴിയാത്ത കാര്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, കോൺഫ്ലിക്റ്റ് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു സംഘർഷം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് തേർഡ് പാർട്ടി, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ സാന്നിധ്യം, അല്ലെങ്കിൽ അവര് ഈ പേഴ്സണെ കൊണ്ട് ചെയ്യിപ്പിച്ചതാകാം. ഓക്കെ, എന്ത് വേണമെങ്കിലും ആകാം. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്നത് പോലെ തെറ്റിദ്ധാരണകള്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള അറിവുകള്, വിശ്വാസക്കുറവുകള്, ഇതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ശക്തമായി തന്നെ തിരമാലകൾ വരുന്നു. ഈ ഒരു കാര്യത്തെ നിയന്ത്രിക്കാൻ ഈ ഒരു ലേഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മുങ്ങിപ്പോകാതിരിക്കാൻ. ഓക്കെ, ഒരു സ്ട്രഗ്ലിംഗ് ആണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഈ റിലേഷൻഷിപ്പിന്റെ അന്തരീക്ഷം മാറിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ മായാതെ കിടക്കുകയാണ്. അത് അത്ര പെട്ടെന്ന് അങ്ങോട്ട് മായുകയും ഇല്ല. പക്ഷെ അതൊരു മായാതെ കിടക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഈ ഒരു ഫൈറ്റിംഗ്, ഈ ഒരു കോൺഫ്ലിക്റ്റ്, തല്ലുപിടിക്കുക. ഓക്കെ, അപ്പോ ഇത് തീർച്ചയായിട്ടും ഇതൊരു കരടായിട്ട് മനസ്സിൽ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് തീർച്ചയായിട്ടും പുറത്തേക്ക് കളഞ്ഞാൽ മാത്രമേ സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും മുഖം നോക്കി ചിരിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അതൊരു അഭിനയമായി തീരും, അല്ലെങ്കിൽ അത് കുറച്ചു നേരത്തേക്കുള്ള ഒരു ഡ്രാമയായി തീരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ ഒരുപോലെ തങ്ങി നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു നിങ്ങൾ തല്ലുപിടിച്ചിട്ടുള്ള ആ ഒരു ഇൻസിഡന്റ്. അപ്പൊ അതൊട്ടും എക്സ്പെക്ട് ചെയ്യാതെ വന്നിട്ടുള്ള ഒരു സിറ്റുവേഷനും കൂടിയാണ്. ഇന്നലെ വരെയും നിങ്ങൾ മര്യാദക്ക് നടന്നിട്ട് വളരെ പെട്ടെന്നാണ് ആ ഒരു അന്തരീക്ഷം മാറിപ്പോയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അറിയണമെന്ന് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾക്കുണ്ട് ആഗ്രഹം. അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സൺ അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണമെന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. എനിവേ, ഒരു കോൺഫ്ലിക്റ്റിംഗ് എനർജി അത് നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിൽ അത് ഇട്ടിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കൃത്യമായും അത് എന്താ പറയാ, നല്ല ഒരു രീതിയിൽ തന്നെ അത് ജ്വലിച്ച് നിൽക്കുന്നുണ്ട് ഈ ഒരു എനർജി. ഇത് ഊണിലും ഉറക്കത്തിലും നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഇൻസിഡന്റ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം, കുറച്ച് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ ക്ലൂസ് ഫോർ യു ടുഡേ? 10 days, 10 ദിവസത്തിനുള്ളിൽ 24 മണിക്കൂർ, 72 മണിക്കൂർ, വിത്തിൻ 3 months, സാജിറ്റോറിയസ് എനർജി, സോഡിയക് സൈൻ, ക്യാൻസർ സോഡിയക് സൈൻ, 2 days, 2 ദിവസം, 2025 ഈ വർഷം, കാപ്രിക്കോൺ, ടോറസ്, 5 months ആൻഡ് ഓൾസോ പൈസസ്. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ചാനല് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം. സോ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.